അച്ഛന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിരുന്നു. തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ അച്ഛൻ എന്താ ചെയ്തത്? പഴയ കാരണന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ഈ സ്ഥലങ്ങളൊന്നും വിൽക്കില്ല. ഈ 10 മക്കളുണ്ടായിട്ട് ഈ അപ്പൻ അധികമൊന്നും വിറ്റിട്ടില്ല. അവരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 2 ഏക്കറോളം സ്ഥലം അപ്പം വീതം വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് പെങ്ങന്മാർക്ക് ഒരു 40 സെൻറ്റ്, 2 പെങ്ങന്മാരെയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ അവർക്ക് അത്യാവശ്യം 40 സെൻറ്റ് വെച്ച് ഞാനൊരു സ്ഥലത്ത് കൊടുത്തു. അതൊക്കെ അവർക്ക് അനുഗ്രഹമായി കേട്ടോ. അവർക്ക് പുറത്തു പോകാനും വലിയ അനുഗ്രഹമായി. പിന്നെ ജ്യേഷ്ഠനും അനുജനും ഒരു 30 സെൻറ്റ് സ്ഥലം വെച്ച് വേറെ സ്ഥലത്ത് തിരിച്ചു കൊടുത്തു. അപ്പോൾ എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു, നമ്മുടെ ഈ പല കുടുംബങ്ങളിലും ഈ വീതം വെപ്പൊക്കെ വരുമ്പോഴേ അസ്വസ്ഥതകളും കാര്യങ്ങളും, പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അത് വലിയൊരു സന്തോഷമാണ്. ആർക്കും ഒരു അതൃപ്തി കാര്യത്തിലില്ല. പിന്നെയാണ് എനിക്ക് ഈ 60 സെൻറ്റ് സ്ഥലം ഒരു പുഴത്തീരത്തുണ്ടായിരുന്നു. അപ്പം അത് എൻ്റെ വല്യപ്പൻ എന്നുവെച്ചാൽ അപ്പൻ്റെ മൂത്ത ചേട്ടൻ ഒരു ബ്രദറായിരുന്നു. ബ്രദർ അർസേനിയസ് CST സഭയിലെ ആദ്യത്തെ ഒരാളായിരുന്നു. അപ്പം ആ വല്യപ്പൻ്റെ ആയിരുന്നു ആ സ്ഥലം. ആ വല്യപ്പൻ അപ്പന് കൊടുത്തു, അപ്പൻ എനിക്ക് തന്നു. അപ്പോൾ തന്നെ എനിക്കത് അത് അന്യാധീനപ്പെട്ടു പോകുന്നൊരു ചിന്തയുണ്ടായിരുന്നു. അത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വിനിയോഗിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2018 പ്രളയം വരുന്നത്. അപ്പോൾ പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ രൂപതയിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ് അവിടെ കിട്ടി. അപ്പം ഞാൻ പിതാവിനോട് ചെന്ന് ചോദിച്ചു. പിതാവിന് സന്തോഷം. അപ്പോൾ അതിൽ നിന്ന് അവർ ഒരു 7 വീട്ടുകാരെ സെലക്ട് ചെയ്ത് തന്നു. പിന്നെ അരമനയിൽ നിന്ന് തന്നെ ആ സ്ഥലമൊക്കെ തിരിച്ച് ഇങ്ങനെ പ്ലോട്ടാക്കിയൊക്കെ തന്നു. കിണറൊക്കെ കുത്തി തന്നു. അങ്ങനെ ഈ 7 വീട്ടുകാർക്ക് അത് ആധാരം ചെയ്ത് പിതാവ് ആ സ്ഥലത്ത് വന്ന് ഇവർക്കൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കി ആ പുഴത്തീരത്ത് ഒരു 10 സെൻറ്റ് സ്ഥലം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം ഒരാൾ കൂടെ കൊടുക്കാം, 5 സെൻറ്റ് ഒരാൾ കൂടെ. അപ്പോൾ പിതാവ് പറഞ്ഞു അതവിടെ കിടക്കട്ടെ. പക്ഷേ ആ പിതാവ് പറഞ്ഞ് നന്നായി. കാരണം അന്നേരം പിന്നീട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രാർത്ഥനാലയം അവിടെ രൂപപ്പെടുത്താനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനയിലൊക്കെ ഉള്ളവർ ഞങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് പിന്നെ ഇവരെയൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കാനും ഒക്കെ സാധിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ചാപ്പൽ വന്നു. അപ്പം ഞാൻ ഈ തക്കലയുള്ളത് കൊണ്ട് എനിക്ക് ദൈവസഹായം പിള്ളയായിട്ട് ഭയങ്കരമായൊരു ടച്ച്. അപ്പം ഞാനവിടെയൊക്കെ ആയിരിക്കുമ്പോഴാണ് ഈ വിശുദ്ധ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ നാമത്തിൽ ഞങ്ങളൊരു ചാപ്പൽ അവിടെ പ്രാർത്ഥന കൂട്ടായ്മ. വിശുദ്ധ കുർബാനയൊന്നുമില്ല കേട്ടോ. ഒരു പക്ഷേ കേരളത്തിൽ വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ നാമത്തിലുണ്ടാകുന്ന ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ ഞങ്ങളെല്ലാ ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെ പ്രാർത്ഥനയും ആരാധനയും വചനപ്രഘോഷണമുണ്ട്. എല്ലാ 2ാം ശനിയാഴ്ചകളിലും 10 മണി മുതൽ 2 മണി വരെ ശുശ്രൂഷ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പരിസരത്തുള്ളവർക്കൊക്കെ വന്നു കൂടാനും പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് ഈ ഒരു കൂട്ടായിട്ട് നിൽക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. ദൈവസഹായം പിള്ള, വിശുദ്ധ ദൈവസഹായം പിള്ളയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, അച്ഛൻ നാടകത്തിലൊക്കെ വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ ഒരു നാടകം അച്ഛൻ രചിച്ചിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. സംവിധാനം ചെയ്തു. 25 സ്റ്റേജ് അത് പൂർത്തിയായി. ഇനിയും ഇപ്പം ഈ മഴക്കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊക്കെ ഉണ്ട് അഭിനയിക്കും. എവിടെ സ്റ്റേജ് കിട്ടിയാൽ ഞങ്ങളത് അഭിനയിക്കും.